PRP ഇഞ്ചക്ഷൻസ് എന്ന് കേട്ടിട്ടുണ്ടാവും. സോ PRP ഇഞ്ചക്ഷൻസ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇഞ്ചക്ഷൻസ് ആണ്. സോ വാട്ട് ആർ ദോസ്? അത് നമ്മുടെ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത്, ഐ പ്രീവിയസ്ലി ടോൾഡ് യു ദിസ്, ബ്ലഡ് എടുത്ത് അതിനെ ഫിൽറ്റർ ചെയ്യും, സെൻട്രിഫ്യൂജ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് അതിനകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ പ്ലേറ്റ്ലെറ്റ് റിച്ച് ആയിട്ടുള്ള ഒരു പ്ലാസ്മ ഫ്ലൂയിഡ്, ഒരു ദ്രാവകം അതെടുത്തിട്ട് നമ്മളത് നമ്മുടെ ജോയിൻറ്റിലേക്കോ ഏതെങ്കിലും ഒരു പ്രിസർവേഷൻ. സോ ദിസ് ഇസ്, ലെറ്റ് മി ടെൽ യു വാട്ട് ദിസ് ഇസ് എ ജോയിൻറ്റിനെയും ആ നാച്ചുറൽ സ്ട്രക്ചറിനെ പ്രിസർവ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ ഒരു ടെക്നീക്കാണ്. സോ ഇപ്പം മുട്ടിൻ്റെ കാര്യത്തിൽ നമ്മൾ മെനിസ്കൽ റിപ്പയർ ചെയ്യും. മെനിസ്കൽ റിപ്പയർ നോക്കുമ്പോൾ, മെനിസ്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാഷേഴ്സ് പോലെ മുട്ടിനകത്തുള്ള, അതാണ് അത് തേഞ്ഞ് പോയി അതിനകത്ത് ഡാമേജ് വല്ലതും പറ്റുമ്പോഴാണ് നമുക്ക് ഈ തേയ്മാനം എന്ന് പറയുന്ന ആ സിറ്റുവേഷൻ വരുന്നത്. തേഞ്ഞ് പോകുന്നത്, പിന്നെ എല്ലിനെ വന്ന് ഇടിച്ച് തേഞ്ഞ് തുടങ്ങും. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പ്രൈമറിലി നമുക്ക് ചെയ്യാനുള്ളത് ഈ തേഞ്ഞ് പോകുന്ന അല്ലെങ്കിൽ കീറിയിരിക്കുന്ന മെനിസ്കസിനെ റിപ്പയർ ചെയ്യുക എന്നുള്ളത്. പ്രീവിയസ്ലി എന്തോ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കീറിയിരിക്കുന്ന സാധനത്തിനെ അങ്ങ് ചെത്തി അങ്ങ് എടുത്ത് കളയും. അപ്പോൾ അത്രയും ഡാമേജ് അങ്ങ് പോകും. ഇപ്പോഴുള്ള ന്യൂവർ സർജൻസ് what they do is സ്റ്റിച്ച് ചെയ്യും, അതിനെ തിരിച്ച് സ്റ്റിച്ച് ചെയ്യും, അതിനെ അഡ്രസ്സ് ചെയ്യും, ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്ത് അതിനെ പ്രിസർവ് ചെയ്യാൻ നോക്കും. മറ്റത് ബാലൻസിങ് ആയിരുന്നു, മെനിസ്കൽ ബാലൻസിങ് ആയിരുന്നു. അത് കീറിയ സാധനത്തിനെ നമ്മളെടുത്താൽ കളഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോഴത്തെ ന്യൂവർ സർജൻസ് ഇൻക്ലൂഡിങ് മീ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്രിസർവ് ചെയ്യും, അതിനെ തിരിച്ച് തുന്നിക്കെട്ടി വെച്ച് ആ ഭാഗത്തേക്ക് തുന്നിക്കെട്ടി വെക്കും. ചില സമയം നമുക്ക് ഈ തുന്നിക്കെട്ടി വെച്ച് മാത്രം സാറ്റിസ്ഫൈഡ് ആവില്ല. സോ വാട്ട് വി ഡു ഇസ്, ഈ പ്രിസർവേഷൻ്റെ കൂട്ടത്തിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ, ഇതിനെ ഹീൽ ചെയ്യാൻ വേണ്ടി രീതിയിൽ ഈ PRP ഇഞ്ചക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ നല്ല ജോയിൻ്റ് ആർത്രൈറ്റിക് ചേഞ്ചസും ഇതൊക്കെ വന്ന് ഡാമേജ് ഒക്കെ ഉള്ള മുട്ടുകളായിരിക്കും. അവിടെ മെനിസ്കൽ ഡാമേജും കാണും, വേറെ ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവില്ല. ആൻഡ് ദ പേഷ്യൻറ്റ് മൈറ്റ് ബി ഒരു 50 ഇയേഴ്സോ 45 ഇയേഴ്സോ ഉള്ള ആളുടെ എന്തെങ്കിലും പണ്ടേ ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ പോയിട്ട് ഏർലി ആർത്രൈറ്റിക് ചേഞ്ചസ് ഒന്നായി എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ നോട്ട് റീപ്ലേസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. യെസ്, HTO എന്ന് പറയുന്ന സർജറീസൊക്കെ ചെയ്യാൻ പറ്റും, അത് നമ്മൾ റീപ്ലേസ്മെൻറ്റിന് പകരമുള്ള സർജറീസാണ്. ബട്ട് ഈവൻ ദെൻ മെനിസ്കൽ ഇഞ്ചുറി മാത്രം ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ഈ കീ ഹോൾ വഴി കയറി മെനിസ്കസിനെ റിപ്പയർ ചെയ്യാം. എന്നിട്ട് ഈ PRP ഇഞ്ചക്ഷൻസും കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഹോപ്പ് ദാറ്റ് ഈ റീജനറേഷൻ പർപ്പസസ്, റീജനറേഷൻ ഫീച്ചേഴ്സ് ഉള്ള ഈ ദ്രാവകം, ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഈ പ്ലാസ്മ അതിനെ കുറച്ച് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുന്നിക്കെട്ടിയതും ഇത് ഹീലും കൂടി ആയിക്കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ വാഷർ പോലെ അത് അവിടെ നിന്ന് ആ ഗ്യാപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യും. വന്ന ഓസ്റ്റിയോആർത്രൈറ്റിസിനെ നമുക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതിനെ പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഫോർ കപ്പിൾ മോർ ഇയേഴ്സ്, ഒരു 5-10 വർഷത്തേക്ക് നമുക്ക് നീട്ടിപ്പോകാം. പിന്നെ ചിലപ്പോൾ അത് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പോഴും അഡ്രസ്സ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് യു വിൽ ഗെറ്റ് ഒരു 5 to 10 ഇയേഴ്സിൻ്റെ ഒരു ഇതും കൂടി കിട്ടുവാനാണ്. അത് റെഗുലർ പീരിയഡ്സിൽ എടുക്കേണ്ടി വരും. അത് ചെയ്യുന്നത് ഈ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് മാത്രം ഇത് ഹെൽത്തി ആവുമെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്നത്, നമ്മളൊരു പ്രൊസീജിയർ ചെയ്തു, ആ മെനിസ്കസിനെ റിപ്പയർ ചെയ്തു, അതിനകത്ത് നമ്മൾ ഇത് ഓഗ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഫിസിയോതെറാപ്പിയും ഡയറ്റും വെയിറ്റ് റിഡക്ഷനും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ യു വിൽ ഹാവ് യുവർ വാട്ട് എവർ ഇസ് ലെഫ്റ്റ് ദെയർ, അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റും. മൈൻഡ് മൈ വേർഡ്, പ്രിസർവ് ചെയ്യാൻ പറ്റും. യു കനോട്ട് റീജനറേറ്റ് ഇറ്റ്, യു ക്യാൻ പ്രിസർവ് ഇറ്റ്, യു ക്യാൻ ടു എ ലിമിറ്റ് മേ ബി റീജനറേറ്റ് ഇറ്റ് ഓർ ലെറ്റ് ഇറ്റ് ഹീൽ. So that is how PRP injections work. No miracles will come out of it, but it will help you heal maybe to an extent. Thank you.